ഒരു കാര്യം ഉണ്ടായിരുന്നത് എന്താണെന്നറിയോ, ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ മറന്നു പോണ ഒരു കാര്യമുണ്ടല്ലോ. കാരണം എന്നെ പിള്ളേരെ നിങ്ങൾക്കെല്ലാം അറിയുള്ളൂ. ഇതൊരു പുതുതലമുറ സംഗീതമാണല്ലോ. അപ്പൊ എന്നെ അറിയാത്ത അമ്മമാരും അപ്പന്മാരുണ്ട് ഇവിടെ, ഇഷ്ടംമാതിരി ആൾക്കാരാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ അത് വന്നപ്പോൾ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു, ക്ഷമിക്കണം. എന്താണെന്ന് വെച്ചാണല്ലോ, എന്നെ വേടൻ എന്നാണ് വിളിക്കുന്നത്. ഹിരൺദാസ് എന്നാണ് എൻ്റെ യഥാർത്ഥ പേര്. പുതുതലമുറ സംഗീതമായ റാപ്പിനെയാണ് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിൽ ഒരുപാട് അച്ഛനമ്മമാർക്ക് എൻ്റെ പാട്ട് കേട്ടിട്ട് ഇവൻ എന്ത് തേങ്ങയാണ് ഈ പാടണെന്നൊക്കെ തോന്നിപ്പോകാം. എന്നോട് ദയവ് ചെയ്ത് ക്ഷമിക്കണം. പക്ഷെ എൻ്റെ വരികളിൽ പതിരില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എൻ്റെ പാട്ടുകളൊന്ന് കേട്ടു നോക്കുക. ഹേമന്തേ, കഥയാ. വെടികൊണ്ടു തുളഞ്ഞൊരു പഴയ പുസ്തകം നിറയെ നീറും കഥകൾ, കാൽപന്ത് കളിക്കുന്ന കളത്തില് പല ഷെല്ലു പതിക്കുന്ന കഥകൾ, പല തലമുറകളായി വളർന്ന മണ്ണില് തരം കെട്ടുപോയ കഥകൾ. കഥകള്, ഓ കഥകള്, കഥകള്. വാപ്പാന്റെ മാറില്, ഉമ്മാന്റെ ചൂരില്, മയങ്ങി കണ്ണു തുറന്നപ്പോ കണ്ടല്ലോ എന്നെ ഞാൻ പോരില്. ഇതിനകത്ത് ഞാനൊരു വരി എഴുതണ്ടേ? അതിങ്ങനെയാണ്: എന്റെ ഇടത് കൈയിലെ ഒലിവിന്റെ ചില്ല വീണുപോയല്ലോ, എന്റെ വലത് കൈയിലെ യന്ത്രത്തോക്കിൻ പുകയും തീർന്നല്ലോ. ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിരിക്കാൻ വഴിയില്ല. നമ്മുടെ നാട്ടിലുള്ള മുതിർന്ന രാഷ്ട്രീയ നേതാക്കൾ പോലും കേട്ടിരിക്കാൻ വഴിയില്ല. ഇത് യാസർ അറാഫത്ത് എന്ന് പറയുന്ന പാലസ്തീൻ വിമോചന പോരാളി ഉണ്ടായിരുന്നു. കേട്ടിട്ടുണ്ടോ യാസർ അറാഫത്തിനെ? യാസർ അറാഫത്ത് UN-ന്റെ ചർച്ചയിൽ പോയിട്ട് ജനങ്ങളോട് മിണ്ടിയത് ഇങ്ങനെയായിരുന്നു: എന്റെ ഇടത് കൈയിൽ ഒരു ഒലിവിന്റെ ചില്ലയും എന്റെ വലത് കൈയിൽ സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പോരാളിയുടെ കലാഷ്നിക്കോവ് യന്ത്രത്തോക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്റെ ഇടത് കൈയിൽ നിന്നും ഈ ഒലിവിന്റെ ചില്ല വീണു പോകാതെ നിങ്ങൾ നോക്കണേ. എന്റെ ഇടത് കൈയിൽ നിന്നും ഈ ഒലിവിന്റെ ചില്ല വീണു പോകാതെ നിങ്ങൾ നോക്കണേ. എന്റെ ഇടത് കൈയിൽ നിന്നും ഈ ഒലിവിന്റെ ചില്ല വീണു പോകാതെ നിങ്ങൾ നോക്കണേ. ഹേമന്തേ,